സ്ട്രോക്ക് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ TIA വരുന്ന രോഗി സാധാരണഗതിയിൽ 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൗഖ്യം പ്രാപിക്കും. ചിലരെല്ലാവരും 15 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. അപ്പോൾ 1 മണിക്കൂറിന് കൂടുതൽ നീണ്ടു നിൽക്കുന്നെങ്കിൽ അത് സ്ട്രോക്ക് ആണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. അപ്പോൾ നമ്മൾ പക്ഷേ ഈ ഒരു TIAയുടെ ലക്ഷണങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് ഓർക്കാനായിട്ട് ഫാസ്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് ഫേഷ്യൽ ഡീവിയേഷൻ, അതായത് മുഖത്തിന് ഒരു കോട്ടം സംഭവിക്കുക, ആം വീക്ക്നെസ്, കരങ്ങൾ ഉയർത്താനായിട്ട് സാധിക്കാതെ വരിക, അല്ലെങ്കിൽ കരങ്ങളുടെ ചലനത്തിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുക, സ്പീച്ച് ഡിഫിക്കൽട്ടി, സംസാരത്തിന് എന്തെങ്കിലും പ്രയാസം വരിക, ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്തത് T ആണ്, ടൈം. ടൈം എന്നാൽ മസ്തിഷ്കം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സമയം എന്നാൽ മസ്തിഷ്കമാണ്. ഓരോ നിമിഷം നമ്മൾ ഈ രോഗലക്ഷണവുമായി ഡോക്ടറുടെ അടുത്ത് പോകുവാൻ മടിക്കുകയും ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ താമസിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിലെ ഓരോ ന്യൂറോണുകൾ, ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ നഷ്ടം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങളിൽ ഏത് പ്രത്യക്ഷപ്പെട്ടാലും എത്രയും വേഗം ഡോക്ടറുടെ അടുത്ത് എത്തുക എന്നത് മാത്രമാണ് ഒരേ ഒരു മറുപടി. കാരണം ഇതിൽ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഓർക്കുവാൻ സാധിക്കും. കാര്യം സ്ട്രോക്കായിട്ട് നമ്മുടെ OPയിൽ എത്തുന്ന രോഗികൾക്ക് പലർക്കും പല കഥകളാണ് പറയാനുള്ളത്. ചില ആൾക്കാർ പറയും, രാവിലെ എഴുന്നേറ്റ് വന്നു, ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് വന്നതാണ്, പെട്ടെന്ന് വായി കൂടി, അപ്പോൾ തന്നെ ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിച്ചു, ചികിത്സ തേടി, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, സാധാരണഗതിയിൽ ജീവിക്കുന്നു. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. പലപ്പോഴും ഈവൻ നല്ല എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരെയും ചെറിയൊരു മുഖത്തിനൊരു കോടൽ വന്നു, ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഒരു 100 ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആശുപത്രിയിൽ കിടത്തുമോ എന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെ 100,000 സംശയങ്ങൾ മനസ്സിൽ തന്നെ പൊങ്ങി വരും. പിന്നെ ആശുപത്രിയോട് ഇൻഹെറൻ്റായിട്ട് തന്നെ ഒരു പേടിയുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. എന്നാൽ ഒരു അരമണിക്കൂർ കിടന്ന് നോക്കാം, അത് 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, മാറുന്നില്ല. ആ പോയിന്റിലാണ് നമ്മുടെ രോഗി ഡോക്ടറുടെ അടുത്ത് വരുന്നത്. ഈ ഡോക്ടറുടെ അടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളും മണിക്കൂറുകളും എല്ലാം കടന്നുപോയി കഴിഞ്ഞു. ഗോൾഡൻ അവർ ഓഫ് ത്രോംബോലിസിസ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ശരിയായ പൂർണ്ണമായ ചികിത്സ നമുക്ക് രോഗിക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാലയളവുണ്ട്. ഉദാഹരണത്തിന് 3 മണിക്കൂറിനകം രോഗി നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചേരുകയാണെങ്കിൽ തക്ക ചികിത്സ തക്ക സമയത്ത് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ 3 മണിക്കൂറിന് ശേഷം എത്തുന്ന രോഗി എത്ര തന്നെ പരിശ്രമിച്ചാലും, ഡോക്ടർ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒരു നോർമൽ സ്ഥിതിയിലേക്ക് പിന്നീട് രോഗിയെ തിരിച്ചു കൊണ്ടുവരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഗോൾഡൻ അവർ വളരെ പ്രധാനമാണ്. അത് 1 മണിക്കൂറാണോ ഡോക്ടർ? 3 മണിക്കൂർ എന്ന് പറഞ്ഞു ഇടയ്ക്ക്. ശരിക്കും 1 മണിക്കൂറാണ് ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. അതായത് നമ്മൾ ഈ മരുന്ന് എടുക്കുന്ന പോയിന്റ് വരെയുള്ള സമയം 60 മിനിറ്റ് ആണെങ്കിലാണ് നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു റിസൾട്ട് കിട്ടുന്നത്. എന്നാൽ 3 മണിക്കൂറിനുള്ളിലാണെങ്കിലും നമുക്ക് ഏകദേശം രോഗിക്ക് നല്ല ചികിത്സ കൊടുക്കാനുള്ള വിൻഡോ പീരീഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല ചികിത്സ കൊടുക്കാൻ സാധിക്കും. പക്ഷേ എപ്പോഴും സ്ട്രോക്കിൽ ടൈം ഒരിക്കലും മറക്കരുതാത്ത വാക്കാണ് ടൈം. സമയം നമ്മൾ എത്രയും നേരത്തെ രോഗിയെ ആശുപത്രിയിലെത്തിക്കുന്നു അത്രയും നല്ല ചികിത്സയായിരിക്കും, അത്രയും നല്ല റിസൾട്ടായിരിക്കും ആ രോഗിക്ക് കിട്ടുക. ഡോക്ടറുടെ അനുഭവത്തിൽ അങ്ങനെ പെട്ടെന്ന് വന്ന കേസുകളാണോ കൂടുതൽ, അതോ ഈ പറഞ്ഞതുപോലെയാണോ? നമ്മളിപ്പോൾ ഒരു വലിയ ആശുപത്രി നോക്കിയാലും ഈ ആശുപത്രികൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും അതിന് മുൻകരുതലുകൾ എടുക്കാവുന്നുണ്ടോ? കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വിദ്യാസമ്പന്നരും ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയുള്ള ഒരു ജനത തന്നെയാണ് നമ്മുടേത്. പക്ഷെ എങ്കിൽ പോലും ഹാർട്ട് അറ്റാക്ക് എന്നുള്ളൊരു നെഞ്ചുവേദന വരുന്ന രോഗിയെ എത്രയും പെട്ടെന്ന് ആരും ആശുപത്രിയിൽ എത്തിക്കും. എന്നാൽ മുഖത്തിനൊരു കോഴൽ, കൈക്കൊരു തളർച്ച എന്നൊക്കെ കേട്ടാൽ ആർക്കും ആ ഒരു ചൂട് പലപ്പോഴും കാണാറില്ല. പലപ്പോഴും ക്ഷീണം ഒന്ന് കിടന്നാൽ മാറും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ സ്ട്രോക്ക് എന്താണെന്നോ പക്ഷാഘാതം എന്താണെന്നോ അതിൻ്റെ ഇങ്ങനെ ഒരു ടൈം പീരിയഡ് ഉണ്ടെന്നോ എന്നുള്ള ആ മെസ്സേജ്, ആ സന്ദേശം കേരളീയ ജനതയിൽ എത്തിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള
ന്യൂറോളജിയിൽ പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രോഗിയെ നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ തക്ക സമയത്ത് കൊടുക്കുവാനും രോഗി മെച്ചപ്പെടുവാനുമായിട്ടുള്ള സന്ദർഭമുണ്ടാകും. ഡോക്ടർ പറഞ്ഞ ഫാസ്റ്റ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫേഷ്യൽ ഡീവിയേഷൻ അല്ലേ ഡോക്ടർ? ആ മുഖത്തിന് കോട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ, അതല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, ഈ 3 ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ടൈം എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ് അല്ലെ, മസ്തിഷ്കവും ടൈമും ഒന്നാണ്. ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിയാൽ 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ അത്രയും നല്ലത്.